നമസ്കാരം. വിദ്യാദീപം ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LPSAയിലെ മുൻവർഷ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നിന്നും വിദ്യാഭ്യാസ ബോധനശാസ്ത്രത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസ് കാണുവാനായി ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം: ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം? ഉത്തരം സി, സ്കീമയാണ്. അടുത്തത്: കുട്ടിയെ പഠിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞതാര്? ഉത്തരം ബി, ബ്രൂണർ. 3. പഠിതാവിൻ്റെ സ്വതന്ത്രത പ്രോത്സാഹിപ്പിക്കാൻ? ഉത്തരം എ, അടിക്കടി ഗൃഹപാഠം കൊടുക്കണം. 4. പ്രൈമറി ക്ലാസ്സുകളിലെ ഗണിത പുസ്തകത്തിൽ സംഖ്യാബോധം, സങ്കലനം, വ്യവകലനം എന്നീ രീതിയിലാണ് പാഠങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഏതു രീതിയാണ്? ഉത്തരം ബി, രേഖീയ രീതി. 5. തുടർച്ചയായ ചാക്രികാനുഭവങ്ങൾ ആശയ രൂപീകരണത്തിന് ആവശ്യമാണെന്ന് വാദിച്ചത്? ഉത്തരം ഡി, ബ്രൂണർ. 6. ദി ഗ്രേറ്റ് ടീച്ചർ ഇൻസ്പിയേഴ്സ് എന്ന് പറഞ്ഞതാര്? എ, വില്യം ആർതർ വാട്ട്. 7. കുട്ടികളിൽ ഇന്ത്യൻ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് അഭിമാനബോധം വികസിപ്പിക്കുന്നതിന് അധ്യാപകൻ ചെയ്യേണ്ടത്? ഉത്തരം ഡി, ഇവയെല്ലാം. 8ാമത്തെ ചോദ്യം: ഭാരമാകാത്ത പഠനം എന്ന പേരിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്? ഉത്തരം എ, യശ്പാൽ കമ്മിറ്റി. 9ാമത്തെ ചോദ്യം: വ്യത്യസ്തരായ ഒരു കൂട്ടം കുട്ടികളെ ഒന്നിച്ചു കൂട്ടി ദേശീയ ബോധവും സ്കൂളിനോട് ആഭിമുഖ്യവും വളർത്തി സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സഹായിക്കുന്നത്? ഉത്തരം സി, സ്കൂൾ അസംബ്ലി. ചോദ്യം 10: ആരോഗ്യശീലങ്ങളിൽ പെടാത്തത്? ഉത്തരം ഡി, വിശ്രമമില്ലാതെ പ്രവർത്തിക്കുക. ചോദ്യം 11: സ്കൂൾ അസംബ്ലിയിൽ ഫ്ലാഗ് സല്യൂട്ട് ചെയ്യുന്നത്? ഉത്തരം എ, വലതു കൈ ഉയർത്തി കൈവെള്ള പുറത്ത് കാണിച്ച് വലതു പുരികത്തിൽ തൊട്ട്. ചോദ്യം 12: പ്രജനക വ്യാകരണത്തെ സിദ്ധാന്ത രീതിയിലേക്ക് പ്രതിഷ്ഠിച്ചത് ആരാണ്? ഉത്തരം സി, നോം ചോംസ്കി. അടുത്ത ചോദ്യം: ഭാഷാ പഠനത്തിലെ ഏതു തത്വവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് കാഴ്ചയ്ക്ക് മുമ്പ് കേൾവി എന്നത്? ഉത്തരം എ, അനുകരണ സിദ്ധാന്തം. ചോദ്യം 14: കൊച്ചുകുട്ടികൾ ഭാഷ ആഗിരണം ചെയ്യുന്ന പഠന രീതി? ഉത്തരം ബി, നിത്യജീവിതത്തിൽ ഭാഷ പ്രയോജനപ്പെടുത്തുമ്പോൾ. അടുത്ത ചോദ്യം: ശിശു കേന്ദ്രീകൃത ക്ലാസുകളുടെ സൂചക ലക്ഷണം എന്താണ്? ഉത്തരം സി, വിവിധ തരത്തിലുള്ള ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ. അടുത്ത ചോദ്യം: വിദ്യാഭ്യാസ വിഭാഗം ക്രിയാഗവേഷണം നടത്താൻ തീരുമാനിക്കുകയാണ്. നിങ്ങളുടെ വിഷയത്തിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളാണ് ആധാരമാക്കി ക്രിയാഗവേഷണം നടത്തുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മാർഗമാണ് ഈ സാഹചര്യത്തിൽ യുക്തമായത്? ഉത്തരം എ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് ക്രിയാഗവേഷണം നടത്തുക. അടുത്ത ചോദ്യം: വായനാശേഷിയെ സ്വാധീനിക്കുന്നത്? ഉത്തരം ബി, വായനക്കാരൻ്റെ ലക്ഷ്യവും താൽപ്പര്യവും. അടുത്ത ചോദ്യം: അധ്യാപക കഥകൾ എഴുതി ശ്രദ്ധേയനായ മലയാള കഥാകൃത്ത്? ഉത്തരം എ, കാരൂർ നീലകണ്ഠപിള്ള. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള കേന്ദ്രഭരണ പ്രദേശം? ഓപ്ഷൻ എ ആണ് ആൻസർ, ന്യൂഡൽഹി. അടുത്ത ചോദ്യം: നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടി സഹപാഠിയെപ്പറ്റി പരാതി പറയുന്നു. ഇതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഉത്തരം ഡി, 2 കുട്ടികളോടും സൗഹൃദ നിലയിൽ സംസാരിച്ച് അവരെ സുഹൃത്തുക്കളാക്കും. അടുത്ത ചോദ്യം: സിവിൽ സർവൻസിനെ പരിശീലിപ്പിക്കാനായി 1800-ൽ
കൽക്കട്ട ഫോർട്ട് വില്യം കോളേജ് തുടങ്ങിയതാര്? ഉത്തരം ബി. വെല്ലസി പ്രഭു. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ശ്രീമതി നാദിഭായ് താക്കറെ ഇന്ത്യൻ വിമൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം സി. മുംബൈ. അടുത്ത ചോദ്യം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ആഹ്വാനം ചെയ്തത് ആര്? ഉത്തരം ഡി. ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ സ്പോർട്സ് യൂണിവേഴ്സിറ്റി പൂനെയിൽ സ്ഥാപിതമായ വർഷം? ഉത്തരം 1996. അടുത്ത ചോദ്യം. പ്രാചീന കേരളത്തിൽ വിദ്യാലയങ്ങൾ ഡാഷ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം എ. എഴുത്തുപള്ളി. അടുത്ത ചോദ്യം. അരിസ്റ്റോട്ടലിൻ്റെ വിദ്യാലയം? ഉത്തരം ബി. ലൈസിയം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്ലേറ്റോയുടെ കൃതികൾ അറിയപ്പെടുന്നത്? ഉത്തരം എ. ഡയലോഗ്സ്. അടുത്ത ചോദ്യം. മനുഷ്യരെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ബി. കാൾ യൂങ്. അടുത്ത ചോദ്യം. മനസ്സാക്ഷിയും വിവേകവും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന നൈതിക ശക്തി ഏതാണ്? ഉത്തരം ബി. സൂപ്പർ ഈഗോ. അവസാന ചോദ്യം. എബ്ബിംഗ്ഹോസിൻ്റെ പഠനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഡി. മറവി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.